ഹായ് മുത്തുമണിയല്ല, എല്ലാവർക്കും പുതിയ സിനിമ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമേ നാളെ നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനം ലാലേട്ടൻ്റെ 66ാമത്തെ ജന്മദിനം. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ലാലേട്ടൻ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ദൃശ്യം 3. ലാലേട്ടൻ്റെ ദൃശ്യം 1 ഇറങ്ങിയപ്പോൾ വമ്പൻ ഹിറ്റിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ദൃശ്യം 2 ഇറങ്ങി, അത് OTT-ലായിരുന്നു കൊറോണ ടൈമിൽ. അത് നമുക്ക് എന്തായാലും തിയേറ്ററിക്കലൊരു ഇത് നമുക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷെ ദൃശ്യം 3 നാളെ ലോകമെമ്പാടും റിലീസാകുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷനിലാണ്. കാരണം ദൃശ്യം 1 നമ്മളെ ഒരു രീതിയിൽ കൊണ്ടു നിർത്തി, ദൃശ്യം 2 അതിനപ്പുറം ഒരു ട്വിസ്റ്റിൽ കൊണ്ടു നിർത്തി. ഇനി ദൃശ്യം 3 എന്ത് നമുക്ക് ജിത്തു ജോസഫും ലാലേട്ടനും സമ്മാനിക്കുന്നു എന്നുള്ള ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ. എന്തായാലും ഇതിൻ്റെ പ്രീസെയിൽ ബിസിനസ് 25 കോടി ആഗോള തലത്തിൽ കിട്ടിയതാണ് ഇപ്പോൾ അവർ പറയുന്നത്. എന്തായാലും നമുക്ക് എന്താ പറയുക, പാട്രിയോട്ടിനൊക്കെ ഒരു കളക്ഷനെ പ്രീസെയിലിൽ മറികടന്നതെന്നാണ് പറയുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം മലയാളത്തിൻ്റെ ഈ അഭിമാന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ദൃശ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യും. കാരണം അങ്ങനെയുള്ളൊരു സിനിമ ഇതിനു മുമ്പ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു ട്വിസ്റ്റും അങ്ങനെയുള്ളൊരു ഒരു ചെറിയൊരു കഥയിൽ നിന്നും അവസാനം ഒരു വമ്പൻ ട്വിസ്റ്റ് തന്ന് അങ്ങനെ ഒരു സിനിമ ഈ അടുത്തൊന്നും ഉണ്ടായിരിക്കില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നാളെ. കാരണം നാളത്തെ ഫസ്റ്റ് ഷോയോടെ അറിയാം നമുക്ക് ലാലേട്ടനും ജിത്തു ജോസഫും ആൻ്റണി പെരുമ്പാവൂരൊക്കെ എന്ത് സമ്മാനിക്കുന്നു, ഈ സിനിമ നമുക്ക് എങ്ങനെ ആസ്വാദികരമാകുന്നു എന്ന് നമുക്ക് നാളെ തന്നെ അറിയാം. എന്തായാലും സിനിമയുടെ ബുക്കിങ്ങൊക്കെ നല്ല രീതിയിൽ പോവുകയാണ്. എന്തായാലും മലയാളത്തിൻ്റെ ഒരു അടുത്തൊരു ബമ്പർ ഹിറ്റ് തന്നെ ആവും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. എന്തായാലും പ്രതീക്ഷയിൽ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് ദൃശ്യം 3ക്ക് വേണ്ടിയിട്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.